بشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. ഇനി നമുക്ക് നോക്കാൻ പറ്റും ഈ നോമ്പ് എന്തൊക്കെയാണ് നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ-അക്ലു വശുർബു മുതഅമ്മിദൻ, ബോധപൂർവം ഒരാൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ ബോധപൂർവം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ അയാളുടെ നോമ്പ് അസാധുവായി, അയാൾ ബാത്തിലായി. എന്നാൽ ഒരാൾ മറന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചത് എങ്കിൽ ഞാൻ ഏതായാലും കഴിച്ചില്ല, എന്റെ നോമ്പ് പോയല്ലോ എന്ന് കരുതേണ്ടതില്ല. അയാൾ ഖളാ വീട്ടേണ്ടതുമില്ല. അയാൾ അത് ആ ബാക്കിയുള്ള ദിവസം പിന്നെ നോമ്പ് പൂർത്തീകരിക്കട്ടെ. ആ തിന്നത് ഫഇന്നമാ അത്അമഹുല്ലാഹു വഇന്നമാ അത്അമഹുല്ലാഹു വസഖാ, അയാളെ അള്ളാഹുവാണ് തീറ്റിയത്, കുടിപ്പിച്ചത്. അത് അയാൾ കണക്കെടുക്കേണ്ടതില്ല. അത് മറന്നു ചെയ്തതിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. ആ ദിവസത്തെ നോമ്പിന്റെ ഒരു കുഴപ്പമല്ല, അയാൾ നോമ്പ് കടം വീട്ടേണ്ടതില്ല എന്നർത്ഥം. ഒന്ന്, ഭക്ഷണ പദാർത്ഥങ്ങൾ ബോധപൂർവം കഴിക്കുന്നത്. രണ്ടാമത്തേത് തഅമ്മുദുൽ ഖൈ, ഒരാൾ കൽപ്പിച്ചു കൂട്ടിയിട്ട് ഛർദിക്കുക. അതിനാണ് ഇസ്തിഫ്രാഗ് എന്ന് പറയുന്നത്. വയറ്റിലുള്ളത് ഇങ്ങോട്ട് ഛർദിപ്പിക്കുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ച് ചികിത്സക്ക് വേണ്ടി ചിലർ ചെയ്യാറുണ്ട്, ഛർദിപ്പിക്കുക. ചിലപ്പോ അതേമാതിരി തന്നെ ചിലർ വിരലൊക്കെ വായിലേക്ക് ഇട്ടിട്ട് പിന്നെ ഛർദിപ്പിക്കലുണ്ട്. ചിലപ്പോ ഏതെങ്കിലും ചില പ്രത്യേക വസ്തുക്കൾ വാസനിപ്പിച്ചിട്ട് ഛർദിക്കുന്നതുണ്ട്. ഇങ്ങനെ കൃത്രിമമായി അത് വിരലിട്ടിട്ടാവാം, അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെ ആകാം, അല്ലെങ്കിൽ ചില വാസനകളിലൂടെ ആകാം. ഇങ്ങനെ എന്തിലേടെങ്കിലും കൃത്രിമമായി ഛർദിപ്പിച്ചാൽ അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പെടുത്ത് ഇങ്ങനെ കുറച്ചു വരുമ്പോഴാണ് ഒരു സ്ത്രീക്ക് പിരിയഡ് തുടങ്ങിയത്, ആ നോമ്പ് അസാധുവായി, ആ നോമ്പ് ബാത്തിലായി. പിന്നെ അന്ന് നോമ്പ് പൂർത്തീകരിക്കേണ്ടതില്ല. ആ ദിവസത്തെ നോമ്പ് അവർ കടം വീട്ടേണ്ടതാണ്. അതേപോലെ തന്നെ നുഫസ, ആർത്തവകാരികളെ പോലെ തന്നെയാണ് പ്രസവരക്തം ഉള്ള സ്ത്രീകളുടെയും കാര്യം. അതേപോലെ തന്നെ നോമ്പിനെ ഫസാദാക്കുന്ന ബാത്തിലാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അൽ ജിമാഅ്. ജിമാഅ് എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം. ആ ലൈംഗിക ബന്ധം ഇൽതിഖാഉ സാക്കിനൈൻ വഇല്ലം യൻസിൽ, അവരുടെ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ സന്ധിച്ചു, അത് തന്നെ അതിലിനി പിന്നെ ഇജാക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നോമ്പ് ഫാസിദായി. അൽ ഹുഖനു അൽ മുഹദ്ദിയ, അതുപോലെ തന്നെ സപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ന്യൂട്രീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ ഉണ്ടല്ലോ, സപ്ലിമെന്ററി ഇഞ്ചക്ഷൻസ്, അത് നോമ്പിനെ ഫസാദാക്കും. മരുന്നായിട്ട് കൊടുക്കണമല്ല, വെറും മരുന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇബ്ര, അത്തരം ഇഞ്ചക്ഷൻ, അത് നോമ്പ് മുറിക്കൂല. പക്ഷേ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെന്റ് ചെയ്യാനോ, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു പിന്നെ ഹെൽത്ത് ഒരു പിന്നെ ഇതുമാതിരിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാക്കാനോ ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന മരുന്നല്ലാത്ത ഇഞ്ചക്ഷനുകൾ, അതും എന്തായിത്തീരും, നോമ്പ് മുറിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നോമ്പിന് ഫസാദ് ഉണ്ടാക്കാത്ത കാര്യമാണ് ഒന്ന് അസ്സിവാക്ക്, എപ്പോ വേണമെങ്കിലും പല്ല് തേക്കാം. അത് ഇന്നപ്പോ എന്നില്ല. ശാഫിഈ ഫിഖ്ഹില് സാധാരണ പറയാറുണ്ട് ഉച്ചന്റെ മുമ്പ്, എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സിവാക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അത് ആസാറുകളിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ്, ഹദീസുകളിൽ അതിന് തെളിവില്ലാത്തതാണ്. മറിച്ച് സിവാക്ക് നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതാണ്. അത് വായ ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മർളാത്തുൽ ലിറബ്, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇന്നപ്പോൾ എന്ന് വേർതിരിക്കാതെ പകലിൽ റമളാനിന്റെ ആദ്യ ഭാഗത്ത്, പകലിന്റെ ആദ്യ ഭാഗത്ത്, പകലിന്റെ അവസാന ഭാഗത്തും ഒക്കെ നമുക്ക് സിവാക്ക് ചെയ്യാവുന്നതാണ്, ബ്രഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അൽ ഇസ്തിൻഷാഖ്, വുളു ചെയ്യുന്ന സന്ദർഭത്തിൽ വായിൽ വെള്ളം കൊള്ളുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും രണ്ടും അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഖൈദ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ നിബന്ധന വെച്ചിട്ടുണ്ട്. ഇല്ല അൻ യുബാലിഗ്, അയാൾ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുന്നത് നന്നായി അതിരുവിട്ട് വലിച്ചു കയറ്റരുത്, മിതമായിട്ട് മാത്രമേ വലിച്ചു കയറ്റാവൂ. ചിലര്
നോമ്പാണ്, അതുകൊണ്ട് വെറും കുപ്പിളിക്കണേ ഞാനുള്ളൂ, മൂക്കിൽ വെള്ളം കയറ്റുന്നില്ല എന്ന് വെക്കാറുണ്ട്. ആവശ്യമല്ല, അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമല്ല. അത് നമ്മുടെ വുളൂഇന്റെ പൂർണ്ണതയ്ക്ക് എതിരുവാണ്. വുളൂ ചെയ്യുമ്പോൾ വായിൽ വെള്ളം കൊണ്ട് കുപ്പിളിക്കുന്നത് പോലെ തന്നെ സുന്നത്തിൽപ്പെട്ട വുളൂഇന്റെ സുനനിൽപ്പെട്ടതാണ് അൽ ഇസ്തിൻഷാഖ്, മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുന്നത്. അത് നോമ്പുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് പകൽ സമയത്ത് ഉച്ചന്റെ മുമ്പോ ഉച്ചയ്ക്ക് ശേഷമോ ഒക്കെ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റാതിരിക്കേണ്ട, വലിച്ചു കയറ്റി ചീറ്റണം. പക്ഷെ ഇല്ല അൻ യുബാലിഗ്, മുബാലഗ, നന്നായിട്ട് വലിച്ചു കയറ്റണ്ട, മിതമായ രൂപത്തിലെ വലിച്ചു കയറ്റാവൂ എന്നർത്ഥം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലോ അല്ലെങ്കിൽ പണ്ടാരികളാണെങ്കിലോ അവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിന്റെ രുചി നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിലെന്ത് മാത്രമുള്ളൂ, രുചി നോക്കിയിട്ട് ആ സാധനം ഇറക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. അത് രുചി നോക്കി നാവിൽ നിന്ന് രുചി കിട്ടിയതിന് ശേഷം അത് തുപ്പിക്കളയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റമളാനിന്റെ പകലിൽ സുബഹ് നമസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോൾ അയാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാപത്തുകാരനായി കൊണ്ടാണ് അയാൾ ഉണരുന്നത്. അതുകൊണ്ട് എന്റെ നോമ്പ് പോയോ എന്ന് ചിലർ ചിലപ്പോൾ സംശയിക്കും. ഇല്ല, നോമ്പ് പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാപത്തുകാരനായ അവസ്ഥയിൽ നേരം പുലരാറുണ്ടായിരുന്നു. എന്നിട്ട് നബി കുളിച്ചിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു സുബഹ് എന്നുള്ളത് അവിടുത്തെ പത്നിമാരിൽ നിന്ന് സഹിഹായ റിവായത്ത് വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുഹല്, സുറുമ, അതുപോലെ തന്നെ വൽ ഖത്ര, അതുപോലെ മൂക്കിലോ അല്ലെങ്കിൽ ചെവിയിലോ ഒക്കെ നമ്മൾ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോപ്സ്, അതുപോലെ തന്നെ വെള്ളം, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ തണുത്ത വെള്ളം ഒരാൾ തലയിലൊഴിച്ചു കുളിച്ചു, അതിനാണ് തബറുദ് എന്ന് പറയുന്നത്. ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ തലയിൽ വെള്ളമൊഴിച്ചു, അല്ലെങ്കിൽ ഒരു വസ്ത്രം ശരിക്ക് വെള്ളം നനച്ചിട്ട് മേലിട്ട് കിടന്നു, അതൊന്നും തെറ്റല്ല. അതുപോലെ തന്നെ ഒരാൾ രക്തം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് രക്തം എടുത്തു കൊടുത്തു, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ ഭാഗമായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ, നേരത്തെ പറഞ്ഞ മുഖദ്ദിയ, സപ്ലിമെന്റ് ചെയ്യുന്ന ന്യൂട്രീഷണലായിട്ടുള്ള ഇഞ്ചക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, അതല്ലാത്ത മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ, ഇതൊന്നും നോമ്പ് മുറിക്കുന്ന, നോമ്പിന് ഇബ്താൽ ചെയ്യുന്ന, ഫസാദാക്കുന്ന കാര്യങ്ങൾ അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം.